Hi friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ റെസ്യൂമേ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് റെസ്യൂമേ ആക്ച്വലി ഒരു ഫ്രഞ്ച് വേർഡാണ്. മീനിങ് നമ്മൾ ഒരു സമ്മറി എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ജോബിന് വേണ്ടി നമ്മുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാത്തിനെയും പറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രീഫ് സമ്മറിയാണ് നമ്മുടെ റെസ്യൂമേ എന്ന് പറയുന്നത്. റെസ്യൂം എന്നൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട് വിച്ച് ഇസ് എ വേർബ്. ശരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പോസ് ചെയ്തിട്ട് പിന്നെയും കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ റെസ്യൂം വാച്ചിങ് സംതിങ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആ വേർഡല്ല ഇത് റെസ്യൂമേ എന്ന് പറയുന്ന നൗണാണ്. ഓക്കെ, സോ എനിവേ നമ്മൾ ഓരോ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത് ഇൻ്റർവ്യൂവർ എന്തായിരിക്കും നോക്കുന്നത്, നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എന്താണ് റെസ്യൂമേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മളെപ്പോഴും റെസ്യൂമേ പ്രിപ്പയർ ചെയ്യാൻ. നമ്മുടെ റെസ്യൂമേ എന്നാൽ മാത്രമേ സിലക്റ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മളൊരു ജോലി നോക്കുകയാണ്, അവിടുത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ ഈ റെസ്യൂമേ ആർക്കെങ്കിലും അയക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ വേറൊരു 10,000 പേര് ഇതേ സ്ഥലത്തേക്ക് റെസ്യൂമേ അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ റെസ്യൂമേ ജസ്റ്റ് ഒരു ആളെടുത്തിട്ട്, പ്രോബബ്ലി ഇത് HR എടുത്തിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ വിടുകയാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നാൽ മാത്രമേ, എസ്പെഷ്യലി പ്രൊഫഷണൽ ആയിരുന്നാൽ മാത്രമേ നമ്മുടെ റെസ്യൂമേ പോലും സെലക്ട് ആവുള്ളൂ. ഇല്ലെങ്കിൽ ആ സ്റ്റെപ്പിൽ വെച്ച് തന്നെ നമ്മൾക്ക് പിന്നെ ഒരു കോൾ വരില്ല. നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു 100 അടുത്തേക്ക് റെസ്യൂമേ അയച്ചിട്ടുണ്ട്, പക്ഷെ ഒരിടത്തൊന്നും എനിക്ക് റെസ്പോൺസ് വന്നിട്ടില്ല എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്യൂമേയിൽ തന്നെ അവർ ഇംപ്രസ്ഡ് ആയില്ല, അതുകൊണ്ട് പിന്നെ ഫെർദർ കോളിലേക്ക് പോയില്ല എന്നുള്ളതാണ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂമേ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ റെസ്യൂമേ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ, ഇങ്ങനെ 4-5 പേജുള്ള റെസ്യൂമേ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയല്ല നമ്മുടെ റെസ്യൂമേ ഉണ്ടാവേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ഇറ്റ് ഷുഡ് ബി ക്രിസ്പ്, ഇറ്റ് ഷുഡ് ബി ട്രിംഡ്, ഇറ്റ് ഷുഡ് ബി ടു ദ പോയിന്റ്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ റെസ്യൂമേ ഉണ്ടായിരിക്കുക. അതായത് ഒരു പേജിൽ കൂടുതൽ നമ്മുടെ റെസ്യൂമേ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിലേക്ക് വെച്ചാൽ മതി. നമ്മളുടെ എല്ലാ ഇതുവരെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും അതിനകത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു പക്ക പേജ് ആയിരിക്കണം അത്, എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമുള്ളൊരു പക്ക പേജ് ആയിരിക്കണം. അതെങ്ങനെ വരണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്യൂമേയുടെ ഒരു ഫോമാറ്റ് തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ നെയിം ബോൾഡിൽ ഏറ്റവും മുകളിൽ കാണണം. ഓക്കെ, ആ നെയിമിൻ്റെ താഴെയായിട്ട് നിങ്ങളെ പറ്റിയുള്ളൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ വേണം. ഒരു 1 ലൈനർ മതി. എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്താണ് നിങ്ങളുടെ വയസ്സ് എത്രയാണ്, അതൊന്നുമല്ല. ഒരു ഒരു ഇൻ്റർവ്യൂവർ നോക്കുന്ന ക്വാളിറ്റീസ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളിലുള്ള ക്വാളിറ്റീസ് ബേസ് ചെയ്ത് നമ്മൾ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ പല ഏരിയാസിൽ ഫീൽഡിലുള്ളവരായിരിക്കും അല്ലേ. സെയിൽസിലുള്ളവർ കാണും, IT ഫീൽഡിലുള്ളവർ കാണും, അല്ലാതെ ടീച്ചിങ് ജോബിലേക്കുള്ളവർ കാണും, അങ്ങനെ പലരുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ ക്വാളിറ്റീസും കൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വെരി ഷോർട്ട് വൺ, ഒരു സെൻറ്റൻസിലേ അത് നിൽക്കാവുള്ളൂ. ഒറ്റ സെൻറ്റൻസിലുള്ള നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആ പേരിൻ്റെ താഴെ കൊടുക്കുക. ഇപ്പോഴത്തെ സൈഡിൽ ഗിവ് യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ അഡ്രസ്സ് എല്ലാം കൂടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ആരും നമ്മുടെ അഡ്രസ്സിലേക്ക് ലെറ്റർ എഴുതിയൊന്നും അല്ലല്ലോ. നമ്മൾക്കിപ്പം മെയിലൊക്കെ ആണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ ലെറ്റർ എഴുതിയൊക്കെ ഉള്ളത് പണ്ട് കാലത്തായിരുന്നു അല്ലേ. അപ്പം നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ ഇമെയിൽ ID കൊടുക്കുമ്പോൾ നമ്മുടെ പെറ്റ് നെയിമൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ID കൊടുക്കാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ പേരടങ്ങുന്ന ഒരു നല്ല ID കൊടുക്കുക. ഓക്കെ, ഒരു പ്രോപ്പർ ID കൊടുക്കുക. അതുകൂടാതെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നിർബന്ധമായിട്ടും തുടക്കത്തിൽ തന്നെ കൊടുക്കുക. ആദ്യം മെയിൽ ID കൊടുക്കുക, പിന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പോലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് കാണുമല്ലോ, അപ്പം ആ പ്രൊഫൈലും കൂടെ കൊടുക്കുക. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അഡ്രസ്സ് എഴുതണമെങ്കിൽ നമ്മളൊരു 1 ലൈനറിലേക്ക് അഡ്രസ്സ് എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കാണണം. ഓക്കെ, അപ്പം നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ പോകേണ്ടത് ഒരു 4 ബോക്സസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക്. അതായത് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള പേജിനെ ലേ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ കാണും. നമ്മളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം എങ്ങനെ ചെയ്യാം. അപ്പോൾ ഫ്രഷറിൻ്റേത് ഞാൻ പറയാം.
ഇനി ഇപ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടല്ലേ, മാരിറ്റൽ സ്റ്റേറ്റസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ. ഇതൊന്നും ഒരു റെസ്യൂമിക്കകത്ത് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ഫോട്ടോ വെക്കുന്നത് ഇസ് ആക്ച്വലി എ വേസ്റ്റ് ഓഫ് സ്പേസ്. കാരണം നമ്മളുടെ ഫോട്ടോ വെച്ചിട്ടല്ലല്ലോ നമ്മൾ ജോലിക്ക് എടുക്കുന്നത്. ആക്ച്വലി നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ. അപ്പം അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ഫോട്ടോ വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ മാരിറ്റൽ സ്റ്റേറ്റസ് വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ശരി. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇനി നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആദ്യം കൊടുക്കാനുള്ളത് എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാം ഒരു റിവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും കൊടുക്കുന്നത്. അപ്പം എക്സ്പീരിയൻസിനകത്ത് തന്നെ പിന്നെയും നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തതായിരിക്കും, ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യം കിടക്കുന്നത്, പിന്നെ അതിന് മുന്നേ ചെയ്തത്, പിന്നെ അതിന് മുന്നേ ചെയ്തത്, അങ്ങനെ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പൊസിഷൻ്റെ പേര് എഴുതണം, കമ്പനിയുടെ പേര് എഴുതണം, വർക്ക് ചെയ്ത സമയം, അതായത് 2010 to 2012, അങ്ങനെ അത് നമ്മൾ ബോക്സിൽ കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക, നമ്മളവിടെ എന്താ ചെയ്തതെന്നുള്ളത്. അടുത്തത് എഴുതുക, ഇതേപോലെ തന്നെ പോസ്റ്റ് എന്തായിരുന്നു എന്ന് എഴുതുക, അതേപോലെ കമ്പനിയുടെ നെയിം എഴുതുക, പിന്നെ അതിൻ്റെ താഴെ ഒരു എത്ര നേരം വർക്ക് ചെയ്തു എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക, എത്ര നാൾ വർക്ക് ചെയ്തു എന്ന്, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, എത്ര സ്ഥലങ്ങളിൽ മാറി മാറി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇതിങ്ങനെ കൊടുക്കുക. പിന്നെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു 5-6 ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ വർക്ക് ചെയ്തതായിരിക്കും, അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഇൻ്റർവ്യൂവറിനൊരു ഇത് വരും, ഓക്കെ 1-2 മാസം ഒരിടത്ത് വർക്ക് ചെയ്ത് പോകുന്ന ആളാണ്, അങ്ങനത്തെ ഒരു ഇത് കൊടുക്കണ്ട. 1 വർഷമൊക്കെയാണ് മാക്സിമം എല്ലാവരും, ഏറ്റവും മിനിമം എല്ലാവരും നോക്കുന്നത്. 1 വർഷമെങ്കിലും ഒരിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ വാലിഡിറ്റി ഒക്കെ നോക്കാറ്. അപ്പോൾ നമ്മൾ ഒത്തിരി ചെറിയ ചെയ്തത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക. പിന്നെ ഇതേ സമയം ഇതൊരു ഫ്രഷറിൻ്റെ പേജ് ആണെങ്കിൽ നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഒത്തിരി എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, പേപ്പേഴ്സ് നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ കൂടെയൊക്കെ പേപ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഇൻറ്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി എക്സ്പീരിയൻസിൽ, ഇതേപോലെ തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസിൻ്റെ താഴെ എഡ്യൂക്കേഷൻ എന്നുള്ള കോളം ഫില്ല് ചെയ്യുക. അപ്പം എഡ്യൂക്കേഷൻ ബോൾഡിലായിരിക്കണം, അതിൻ്റെ താഴെ റിവേഴ്സ് ഓർഡറിൽ, അതായത് നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ മാസ്റ്റേഴ്സ് ആദ്യം വരും, പിന്നെ ബാച്ചിലേഴ്സ്, പിന്നെ നമ്മുടെ സ്കൂളിങ്ങിൻ്റെത് കൊണ്ടുവരിക. ഇനി നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ 10th 12th എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു മാസ്റ്റേഴ്സും ഡിഗ്രിയും ഒക്കെ വരെ കൊടുത്താൽ മതി. കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഒത്തിരി കാണിക്കാണ്ട്, അത് ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം CV ഒത്തിരി നിറയ്ക്കാതെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ കൊടുത്താൽ മതി. അതേസമയം നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങളുടെ ഈ എഡ്യൂക്കേഷൻ കോളമായിരിക്കും കുറച്ചുകൂടെ വലുതാവുക, എക്സ്പീരിയൻസിൽ അത്രയ്ക്ക് നമ്മൾക്ക് ഇടാൻ കാണില്ല. അപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷൻ കോളത്തിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ എഡ്യൂക്കേഷനും അതിന് കിട്ടിയ CGPA എസ്പെഷ്യലി കൊടുക്കാൻ ഓർക്കുക. കാരണം അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മാർക്സ് ഫോക്കസ് ചെയ്യും, അപ്പം ആ മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കുള്ളത് സ്കിൽസും അച്ചീവ്മെൻറ്റ്സും ആണല്ലേ. അപ്പോൾ സ്കിൽസ് എന്ന് പറയുമ്പം നമ്മൾ അഗെയിൻ ഓർക്കണം, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള സ്കിൽസ് മാത്രം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്കില്ലാത്ത സ്കിൽസ് ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കരുത്. ഇത് ജോലിയായിട്ട് ബന്ധപ്പെട്ട ഇത് കൊടുത്തേക്കാം നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾക്ക് ഇപ്പം നമ്മളൊരു സെയിൽസ് ജോബിന് പോവുകയാണ്, ഓക്കെ, അപ്പം നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. പീപ്പിൾ സ്കിൽസ് വേണം, നമ്മൾക്ക് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസിനെ നമ്മൾ അവിടെ നമ്മൾക്ക് ഉള്ളത് നമ്മളവിടെ സ്കിൽസായിട്ട് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ താഴെ സ്കിൽസായിട്ട് മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് സ്കിൽസ് അങ്ങനെ പലതുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പം നമ്മൾ അതിനെ റേറ്റും കൂടെ ചെയ്യണം. ഈ സ്കിൽ എനിക്ക് ഇപ്പോൾ 5 സ്റ്റാർ ആണെങ്കിൽ നമ്മൾക്ക് ഈ സ്കിൽ എത്രയുണ്ടോ അവിടെ വരെ അത് റേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3-4 ലാംഗ്വേജ് അറിയായിരിക്കും, പക്ഷേ എല്ലാം നമുക്ക് ഒരേപോലെ നമ്മൾ പ്രൊഫഷ്യൻ്റ് ആയിരിക്കില്ല അല്ലേ. അപ്പം നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് ആണെങ്കിൽ 5 സ്റ്റാർ കൊടുക്കും, ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം പറ്റുമോ അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് 4 സ്റ്റാർ ആയിരിക്കും, 3 സ്റ്റാർ ആയിരിക്കും. അത് നമ്മൾ എത്രയാണോ അതിനെ സ്റ്റാർസ് വെച്ച് റേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു റേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളതിനെ
റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് സ്കിൽസിൻ്റെ പാർട്ട്. സ്കിൽസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്യണം. ഇനി അച്ചീവ്മെൻറ്റ്സിൽ നമ്മളെപ്പോഴും ലൈവ് ആയിരിക്കണം കേട്ടോ. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ അച്ചീവ്മെൻറ്റ്സിലൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കോളേജിൽ ചെയ്തതൊക്കെ നിങ്ങൾക്കിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്ത കാര്യമോ നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്ത കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എത്ര അവോർഡായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺടെസ്റ്റിൽ ഇന്ന ഇത് കിട്ടി. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി എണ്ണം കാണുമായിരുന്നായിരിക്കും അല്ലേ, നമുക്ക് സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ അതെല്ലാം ഈ അച്ചീവ്മെൻറ്റ്സിനകത്ത് മെൻഷൻ ചെയ്യുക. ഇനി നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ വർക്കിൽ കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് കാണും അല്ലേ, ബെസ്റ്റ് എംപ്ലോയർ പോലത്തെ ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഇതെല്ലാം കൂടെ നിങ്ങൾ ഒരു പേജിനകത്ത് ലിമിറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഭയങ്കര കൂട്ടി എഴുതണം എന്നല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെലവൻ്റ് ആയിട്ടെടുത്ത് ഇത് നിങ്ങൾ ഒരു പേജിലേക്ക് സെറ്റ് ചെയ്യുക. ഒത്തിരി ഓവറാക്കാണ്ടിരിക്കുക, 1-2 പേജസിലേക്ക് പോവാതെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 10,000-15,000 റെസ്യൂമേ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്രിസ്പായിട്ടുള്ള ടു ദ പോയിൻ്റ് ആയിട്ടുള്ളതായിരിക്കും അവർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. ഓക്കെ, പിന്നെ പ്രൂഫ് റീഡ് ചെയ്യാതെ നിങ്ങളുടെ റെസ്യൂമേ നിങ്ങൾ ആർക്കും അയച്ചു കൊടുക്കരുത്. റെസ്യൂമേ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് കാണും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാണും. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബാഡ് ഇംപ്രഷൻ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം നിങ്ങളുടെ റെസ്യൂമേ പ്രൂഫ് റീഡ് ചെയ്തതിന് ശേഷം മാത്രം അയച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു കള്ളവും നിങ്ങളുടെ റെസ്യൂമേയിൽ ദയവ് ചെയ്ത് പറയരുത്. നിങ്ങൾ ഒരു കള്ളം പറയാണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, ആ ഒരു പർട്ടിക്കുലർ ജോലി കിട്ടത്തില്ല എന്നേ ഉള്ളായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കള്ളം പറഞ്ഞു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രം വെക്കുക, ഒരു കള്ളവും വെക്കരുത്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ നമ്മൾക്ക് റെസ്യൂമേ കിട്ടുന്ന അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഒട്ടും അപ്ഡേറ്റഡ് ആയിരിക്കില്ല. ഒരു കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ വെച്ചൊരു റെസ്യൂമേ ആയിരിക്കും, അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും റെസ്യൂമേ അയക്കുമ്പം അപ് ടു ഡേറ്റ് ആയിട്ട് അയക്കുക. ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇന്നൊരു റെസ്യൂമേ അയക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വരെയുള്ള അപ്ഡേഷൻസ് എല്ലാം മെയിനകത്ത് വേണം. ഇന്ന് വരെ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ, ഇന്ന് വരെ നിങ്ങൾ വർക്ക് ചെയ്ത സമയം. അല്ലാതെ നമ്മൾ ആദ്യം ഒരു റെസ്യൂമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് അതേ റെസ്യൂമേ എല്ലാ ജോബിനും കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ അത് അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ സെലക്റ്റഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസ്യൂമേ ഇത്രയും ചെറിയൊരു പണിയാണ്. റെസ്യൂമേ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. പക്ഷേ ശരിക്കും റെസ്യൂമേയിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് നിങ്ങൾ ക്രിസ്പായിട്ടുള്ള ഒരു റെസ്യൂമേ കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളിതൊന്ന് ചെയ്യുക. ഇത്രയാണ് എനിക്ക് റെസ്യൂമേനെ പറ്റി ഒരു വീഡിയോ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ന് വെച്ചാൽ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾക്ക് വീഡിയോസ് വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ കോമൻറ്റ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ റെസ്യൂമേയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഇത് നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ ടുഡേ. Yeah, bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.